ഇതിനിടയിൽ ഇപ്പം ശബ്ദം കൊണ്ടുള്ള ഒരു അഭിനയത്തെക്കുറിച്ച് നമ്മൾ മോഡുലേഷനെ കുറിച്ച് പറഞ്ഞു. ലളിത ചേച്ചി ആ ഒരു മേഖലയിലും വലിയ അത്ഭുതമാണ്. ഇപ്പം ആരവ് എന്ന് പറയുന്ന സിനിമയെ പറ്റി പറഞ്ഞുകൊണ്ട് പറയണം, എനിക്ക് തോന്നുന്നത് അതിന് തൊട്ടു പുറകെ തകര എന്ന് പറയുന്ന സിനിമ വരുന്ന സമയത്ത് അതിലെ അന്നത്തെ നായികയ്ക്ക് ഡബ് ചെയ്തത് ലളിത ചേച്ചിയാണ് അല്ലെ? അന്ന് കുറെ അന്വേഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ അതിനുവേണ്ടി വേറെ ശബ്ദങ്ങള്? അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഭരതേട്ടൻ ലളിത ചേച്ചിനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നത്. ആരവത്തിലെ ക്യാരക്ടറും ഇതേപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പ്രതാപോത്തൻ ചെയ്തൊരു ക്യാരക്ടറുണ്ട് കൊക്കരക്കോ എന്ന് പറഞ്ഞിട്ട്. കൊക്കരക്കോന്റെ പെയറായിട്ടാണ് ലളിത ചേച്ചി അഭിനയിച്ചതെന്നുള്ളതാണ്. ഒരു ഭയങ്കര ഗ്രാമീണ ഇതുള്ള അതാണ് ആരവം എന്ന് പറഞ്ഞ സിനിമ. അതിനുശേഷമാണ് തകര. മുക്കുറ്റി തിരുതാളിയൊക്കെ അത് തന്നെ കൂടി മെയിൻ റോൾ അഭിനയിച്ച പടമാണ് അത്. അല്ല പറയണം. അപ്പൊ ആ കാലത്ത് തന്നെ ചേച്ചി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്, ഡബ് ചെയ്തിട്ടുണ്ട്. ഈ ശബ്ദത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ചേച്ചിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റാത്തൊരു ഓർമ്മയുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, മതിലുകൾ എന്ന് പറയുന്ന സിനിമ. നാരായണി. അപ്പോൾ ബഷീറിന്റെ മതിലുകൾ വായിച്ച് ഞങ്ങളൊക്കെ അത് വായിച്ചിട്ടുള്ള ആൾക്കാരാണ്. വായിച്ചിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ KPS ലളിത ഡബ് ചെയ്തു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ലളിത ചേച്ചിന് അപ്പുറത്ത് നമ്മുടെ മനസ്സിൽ വരികയല്ലേ, വിഷ്വൽ വരും. കാരണം വിഷ്വൽ വരികയല്ലേ. അപ്പോൾ മതിലിന്റെ അപ്പുറത്ത് ലളിത ചേച്ചിനെ കാണുമ്പോൾ മുഖം കാണാത്ത ഒരു പെണ്ണ് എന്നുള്ള ഒരു സങ്കല്പമാണല്ലോ ബഷീർ എഴുതി വെച്ചിരിക്കുന്നത്. അതെ, ഈ പറഞ്ഞ മാതിരി മമ്മൂട്ടി അഭിനയിച്ച ബഷീർ. മതിലിനപ്പുറത്താണ് മറ്റൊരു ജയിൽ തടവ് പുള്ളി ഉള്ളത്, ഇപ്പുറത്താണ് മമ്മൂട്ടി ഉള്ളത്. അപ്പം ഇവര് തമ്മിൽ മുഖം കാണാതെയാണ് കഥയിലും സംസാരിച്ചിട്ടുള്ളത്. അത് ആ സിനിമയിൽ KPS ലളിത അഭിനയിച്ചിട്ടേ ഇല്ല, അവരെ മുഖം വരുന്നേ ഇല്ല. അങ്ങനെ തന്നെയാണ് ബഷീർ, വൈക്കം ബഷീറിന്റെ കഥയിലുള്ളത്. ആ കഥയിലും നാരായണിയുടെ മുഖം അറിയുന്നില്ല, ഈ ബഷീർ കാണുന്നില്ല, അറിയുന്നില്ല, സങ്കല്പിക്കുകയാണ്. അതിസുന്ദരിയായ ഒരു സ്ത്രീയെ സങ്കല്പിച്ചിട്ടാണ് ബഷീർ ആ കഥ എഴുതിയിട്ടുള്ളത്. സിനിമയിലേക്ക് വന്നപ്പോൾ അടൂർ സാർ എന്തുകൊണ്ട് KPS ലളിതയെ ഡബ് ചെയ്യിപ്പിച്ചു എന്നുള്ളത് സംശയം എനിക്ക് ആ സിനിമ കാണുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് അടൂർ സാറായിട്ട് അടുപ്പതിന് ശേഷം ഞാൻ സാറിനോട് ചോദിച്ചു. ഒരിക്കൽ ഞാൻ ചോദിച്ചിരുന്നു, സാർ എന്തുകൊണ്ടാണ് ലളിത ചേച്ചിനെ, അപ്പം ഞങ്ങളൊക്കെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് KPS ലളിതനെ അപ്പുറത്ത് കാണാം, അപ്പോൾ അത് ഒരു സുഖമില്ലായ്മ ഇല്ലേന്ന് ഞാൻ ചോദിച്ചു. കാരണം ലളിത ചേച്ചി അതിമനോഹരമായി ഡബ് ചെയ്തിട്ടുണ്ട്. ആ ശബ്ദം നമ്മളിങ്ങനെ എന്താ പറയുക, മോഹിപ്പിക്കുന്ന രീതിയിലുള്ള ശബ്ദമാണ്. ഈ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ഇതിന്റെ ഉത്തരം സത്യത്തിൽ അങ്ങനെ ഒരു ഉത്തരം അടൂർ സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയില്ല, അത് ഇപ്പോഴാണ് കേൾക്കാം. അതെന്താ വെച്ചാൽ സാറ് എന്നോട് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു വെച്ചാൽ കമലിന് KPS ലളിത അറിയാം, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല ഈ സിനിമ എടുക്കുന്നത്, മനസ്സിലായി, ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ലളിതയുടെ ശബ്ദം അറിയില്ല. ഇത്രയും മനോഹരമായൊരു ശബ്ദം ഈ കൃത്യമായ മോഡുലേഷനിൽ പറയാൻ പറ്റുന്ന ഈ വൈക്കം ബഷീറിൻ്റെ നാരായണി, എൻ്റെ സിനിമയിലെ നാരായണിയെ അതേ മോഡുലേഷനിൽ അവതരിപ്പിക്കാൻ പറ്റിയൊരു ശബ്ദം എനിക്ക് വേറെ കിട്ടിയില്ല.